ഓം ശ്രീ ഗണേശായ നമഃ. നമസ്കാരം. താരസിതാര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനലിന്റെ പുതിയൊരു രാശിഫല പരിപാടിയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. പഞ്ചാംഗം എന്നത് കാലത്തിന്റെ ഗതിവിഗതികളെ മനസ്സിലാക്കി നമ്മുടെ കർമ്മങ്ങളെ ക്രമീകരിക്കാനുള്ള ഒരു മാർഗമാണ്. ഇന്നത്തെ ഗ്രഹസ്ഥിതി പരിശോധിക്കുന്നതിന് മുൻപ് നമുക്ക് ഇന്നത്തെ പഞ്ചാംഗം ഒന്ന് നോക്കാം. അതിനു മുമ്പ് നമ്മുടെ ഈ ആത്മീയ കുടുംബത്തിന്റെ ഭാഗമാകാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇന്ന് വ്യാഴാഴ്ച 2026 ജൂലൈ 16. ഇന്ന് ആഷാഢമാസത്തിലെ ശുക്ലപക്ഷ ദ്വിതീയ തിഥിയാണ്. ദ്വിതീയ തിഥി പുതിയ കാര്യങ്ങൾ തുടങ്ങുന്നതിനും ശുഭകാര്യങ്ങൾക്കും വളരെ ഉത്തമമാണ്. ആയില്യം നക്ഷത്രമാണ് ഇന്ന്. ഇത് നമ്മുടെ ഉള്ളിലെ ഉൾക്കാഴ്ചകളെ ഉണർത്താൻ സഹായിക്കുന്നു. രാവിലെ 4:30 വരെ വജ്രയോഗമുണ്ട്. ഇന്ന് സൂര്യോദയം രാവിലെ 5:50 സൂര്യാസ്തമയം വൈകുന്നേരം 7:16 ഉച്ചയ്ക്ക് 2:14 മുതൽ വൈകുന്നേരം 3:54 വരെ രാഹുകാലം ആയതിനാൽ ഈ സമയത്ത് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒഴിവാക്കുക. ഇന്നത്തെ ഏറ്റവും ശുഭകരമായ അഭിജിത്ത് മുഹൂർത്തം ഉച്ചയ്ക്ക് 12:07 മുതൽ 12:59 വരെ ആയിരിക്കും. നമ്മുടെ ഈ താരസിതാര കുടുംബം വളരാനും കൂടുതൽ നല്ല വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തിക്കാനും നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് ആവശ്യമാണ്. സ്ക്രീനിൽ കാണുന്ന QR കോഡ് വഴി നിങ്ങൾക്ക് കഴിയുന്ന ഒരു ചെറിയ തുക സംഭാവന ചെയ്ത് ഞങ്ങളെ സഹായിക്കാം. ഒരു ചെറിയ സഹായം പോലും ഞങ്ങൾക്ക് വലിയൊരു അനുഗ്രഹമാണ്. ഇത് നിർബന്ധമുള്ള കാര്യമല്ല. നിങ്ങൾക്ക് സഹായിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും നിങ്ങളുടെ സ്നേഹവും പ്രാർത്ഥനയും മാത്രം മതി ഞങ്ങൾക്ക്. അപ്പോൾ നമുക്ക് ഈശ്വരനാമത്തിൽ ഇന്നത്തെ രാശിഫലത്തിലേക്ക് കടക്കാം. പ്രിയ മേടം രാശിക്കാരെ, ഇന്ന് ജൂലൈ 16 നിങ്ങൾക്ക് വലിയൊരു ആശ്വാസം നൽകുന്ന ദിവസമാണ്. ചന്ദ്രൻ ഇന്ന് നിങ്ങളുടെ 4-ാം ഭാവമായ കർക്കടക രാശിയിലും ആയില്യം നക്ഷത്രത്തിലുമാണ് സഞ്ചരിക്കുന്നത്. കഴിഞ്ഞ കുറേ നാളുകളായി നിങ്ങളെ അലട്ടിയിരുന്ന പ്രശ്നങ്ങൾക്കും സമ്മർദ്ദങ്ങൾക്കും ഇന്ന് അറുതി വരും. ആളുകൾ നിങ്ങളുടെ യഥാർത്ഥ മൂല്യം തിരിച്ചറിയാൻ തുടങ്ങിയിരിക്കുന്നു എന്നത് ചെറിയൊരു ആഘോഷത്തിന് വക നൽകുന്നു. നല്ല കാര്യങ്ങൾ ഇനിയും വരാനിരിക്കുന്നതേയുള്ളൂ. ഈ നിമിഷങ്ങൾ ആസ്വദിക്കുക. ഒപ്പം വരാനിരിക്കുന്ന വെല്ലുവിളികളെ നേരിടാൻ തയ്യാറെടുക്കുക. ഇന്ന് നിങ്ങൾക്ക് ഏറ്റവും അനുകൂലമായ സമയം ഉച്ചയ്ക്ക് 2 മണി മുതൽ 4 മണി വരെയാണ്. വെള്ള നിറം ഇന്ന് നിങ്ങൾക്ക് ഭാഗ്യം നൽകും. ഒരു മുന്നറിയിപ്പ് എന്ന നിലയിൽ ഇന്ന് ആരുമായും തർക്കങ്ങളിൽ ഏർപ്പെടരുത്. ദേഷ്യം നിയന്ത്രിക്കാൻ ശ്രദ്ധിക്കുക. ഇന്ന് ഒരു പുണ്യകർമ്മമായി പ്രകൃതിയുമായി അല്പം സമയം ചെലവഴിക്കുക. ചെടികൾക്ക് വെള്ളമൊഴിക്കുകയോ പാർക്കിൽ നടക്കാൻ പോവുകയോ ചെയ്യുക. ഇത് നിങ്ങളുടെ മനസ്സിലെ നെഗറ്റീവ് ചിന്തകളെ അകറ്റും. നിങ്ങളോട് എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്. ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മാനസിക ബലം നൽകുന്നത് എന്താണ്? പ്രകൃതിയാണോ, കുടുംബമാണോ, അതോ നിങ്ങളുടെ ലക്ഷ്യങ്ങളാണോ? കമന്റിൽ രേഖപ്പെടുത്തുക. സുഹൃത്തുക്കളെ, ഈ അറിവുകൾ നിങ്ങളിൽ എത്തിക്കാൻ ഞങ്ങൾ ഏറെ പരിശ്രമിക്കുന്നുണ്ട്. വീഡിയോയുടെ തുടക്കത്തിലുള്ള UPI QR കോഡ് വഴി ചെറിയൊരു തുക നൽകി ഈ ചാനലിനെ പിന്തുണയ്ക്കുക. അതിന് സാധിക്കാത്തവർ ദയവായി വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. പ്രിയപ്പെട്ട ഇടവം രാശിക്കാരെ, ഇന്ന് ജൂലൈ 16 നിങ്ങൾക്ക് വളരെ ആശ്വാസകരമായ ഒരു ദിവസമാണ്. നിങ്ങൾ കഠിനാധ്വാനികളാണ്. നിങ്ങളുടെ മിക്ക സമയവും ജോലിയുടെ സമ്മർദ്ദത്തിൽ ചിലവഴിക്കുന്നവരാണ്. എന്നാൽ ഇന്ന് ചന്ദ്രൻ കർക്കടക രാശിയിലും ആയില്യം നക്ഷത്രത്തിലും നിൽക്കുന്നതിനാൽ നിങ്ങൾക്ക് വലിയ മാനസിക ശാന്തി ലഭിക്കും. ഇത് അല്പം വിശ്രമിക്കാനും സമ്മർദ്ദങ്ങൾ ഒഴിവാക്കാനുമുള്ള സമയമാണ്. സുഹൃത്തുക്കളോടൊപ്പം സമയം ചിലവഴിക്കാനും തമാശകൾ പറഞ്ഞ് ചിരിക്കാനും നിങ്ങൾക്ക് ഇന്ന് അവസരം ലഭിക്കും. വിദ്യാർത്ഥികൾക്ക് ഇന്ന് സർഗാത്മകത വർദ്ധിപ്പിക്കാനുള്ള ദിവസമാണ്. അതിനാൽ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. യുവാക്കൾക്ക് പ്രണയബന്ധങ്ങളിൽ സന്തോഷം ലഭിക്കും. എന്നാൽ തർക്കങ്ങൾ ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. വീട്ടമ്മമാർക്ക് കുടുംബത്തോടൊപ്പം സന്തോഷകരമായ നിമിഷങ്ങൾ ചിലവഴിക്കാൻ സാധിക്കും. ബിസിനസ്സുകാർക്കും ഉദ്യോഗസ്ഥർക്കും ഇന്ന് ജോലിഭാരം കുറവായിരിക്കും. എങ്കിലും പ്രധാന ഉദ്യോഗസ്ഥർക്കും ഇന്ന് ജോലിഭാരങ്ങൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക. മുതിർന്നവർ ആരോഗ്യകാര്യങ്ങളിൽ, പ്രത്യേകിച്ച് ദഹന സംബന്ധമായ പ്രശ്നങ്ങളിൽ ശ്രദ്ധ ചെലുത്തണം. ഇന്ന് തവിട്ടു നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് നിങ്ങൾക്ക് ഭാഗ്യം നൽകൂ. നിങ്ങൾക്ക് ഭാഗ്യമാണ്.
ഉച്ചയ്ക്ക് 2 മണി മുതൽ 3 മണി വരെയുള്ള സമയം അനുകൂലമാണ്. രാഹുവിൻ്റെ സ്വാധീനമുള്ളതിനാൽ മനസ്സിനെ ശാന്തമാക്കാൻ ധ്യാനം ശീലിക്കുക. ഇന്ന് ജോലിയിൽ നിന്ന് ഒരു ചെറിയ ഇടവേള എടുത്ത് വിശ്രമിക്കുന്നത് നിങ്ങൾക്ക് വലിയ മാറ്റം നൽകും. ഇന്നത്തെ ചോദ്യം: ജീവിതത്തിൽ വിജയിക്കാൻ കഠിനാധ്വാനത്തോടൊപ്പം വിശ്രമവും അത്യാവശ്യമാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? കമൻറ്റിൽ രേഖപ്പെടുത്തുക. സുഹൃത്തുക്കളെ, ഈ അറിവുകൾ നിങ്ങളിൽ എത്തിക്കാൻ ഞങ്ങൾ കഠിനമായി പരിശ്രമിക്കുന്നു. വീഡിയോയുടെ തുടക്കത്തിലുള്ള QR കോഡ് വഴി സംഭാവന നൽകി ഞങ്ങളെ പിന്തുണയ്ക്കുക. സാധിക്കാത്തവർ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പ്രിയ മിഥുനം രാശിക്കാരെ, ഇന്ന് ജൂലൈ 16. നിങ്ങൾക്ക് സ്വയം നവീകരിക്കാനും ജീവിതത്തിലെ മോശം ശീലങ്ങൾ ഉപേക്ഷിക്കാനുമുള്ള ഒരു സുപ്രധാന ദിവസമാണ്. ചന്ദ്രൻ ഇന്ന് കർക്കടക രാശിയിൽ ആയില്യം നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നു. ആയില്യം നക്ഷത്രത്തിൻ്റെ സ്വാധീനം മൂലം നിങ്ങളുടെ ചിന്തകളിൽ വലിയ മാറ്റങ്ങൾ വരാം. ജീവിതത്തിൽ നിന്ന് നെഗറ്റീവ് ചിന്തകൾ പൂർണ്ണമായും ഒഴിവാക്കി പോസിറ്റീവ് ഊർജം നിറയ്ക്കാൻ ഇത് ഏറ്റവും അനുയോജ്യമായ സമയമാണ്. 2026 വ്യാഴത്തിൻ്റെ സ്വാധീനം നിങ്ങൾക്ക് വലിയ വളർച്ച നൽകുന്നുണ്ട്. അതിനാൽ ദീർഘകാല ലക്ഷ്യങ്ങൾക്കായി ഇന്ന് പ്ലാൻ ചെയ്യുക. വിദ്യാർത്ഥികൾക്ക് ഇന്ന് ഏകാഗ്രത വർദ്ധിപ്പിക്കാൻ സാധിക്കും. എങ്കിലും അനാവശ്യമായ ചിന്തകൾ ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം. യുവജനങ്ങൾ ഇന്ന് തങ്ങളുടെ ബന്ധങ്ങളെക്കുറിച്ച് പുനർചിന്തനം നടത്തുക. തെറ്റിദ്ധാരണകൾ ഉണ്ടെങ്കിൽ അത് തുറന്നു സംസാരിച്ച് പരിഹരിക്കുക. ഗൃഹിണിമാർക്ക് ഇന്ന് വീടിൻ്റെ അന്തരീക്ഷം കൂടുതൽ മനോഹരമാക്കാൻ സാധിക്കും. ബിസിനസ്സുകാർക്കും ഉദ്യോഗസ്ഥർക്കും ഇന്ന് പുതിയ തീരുമാനങ്ങൾ എടുക്കാൻ നല്ല ദിവസമാണ്. മുതിർന്നവർ ഇന്ന് ദഹനസംബന്ധമായ പ്രശ്നങ്ങളിൽ ശ്രദ്ധ ചെലുത്തുക. ഇന്ന് ഒരു പ്രധാന മുന്നറിയിപ്പ്: ആരുമായും തർക്കങ്ങളിൽ ഏർപ്പെടരുത്. വാക്കുകൾ ശ്രദ്ധിച്ചു മാത്രം ഉപയോഗിക്കുക. ഇന്ന് ഒരു പുണ്യകർമ്മമായി പക്ഷികൾക്കോ മൃഗങ്ങൾക്കോ ഭക്ഷണം നൽകുന്നത് നിങ്ങൾക്ക് വലിയ മാനസിക സമാധാനം നൽകും. ധ്യാനമാണ് ഇന്നത്തെ ഏറ്റവും വലിയ പരിഹാരം. സുഹൃത്തുക്കളെ, ഇന്നത്തെ ഞങ്ങളുടെ ജ്യോതിഷ ചോദ്യം ഇതാണ്: നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ വിലമതിക്കുന്ന ഒരു ഗുണം ഏതാണ്? കമൻറ്റിൽ രേഖപ്പെടുത്തുക. വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വലിയൊരു സഹായമാണ്. അതിനാൽ QR കോഡ് വഴി സംഭാവന നൽകി ഞങ്ങളെ സഹായിക്കുക. പ്രിയപ്പെട്ട കർക്കടകം രാശിക്കാരെ, ഇന്ന് ജൂലൈ 16 നിങ്ങൾക്ക് സാമ്പത്തികമായി വളരെ മികച്ച ഒരു ദിവസമാണ്. ചന്ദ്രൻ ഇന്ന് നിങ്ങളുടെ സ്വന്തം രാശിയായ കർക്കടകത്തിൽ ആയില്യം നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നതിനാൽ അപ്രതീക്ഷിതമായ ധനലാഭം നിങ്ങൾക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ രാശിയിൽ വ്യാഴവും ചന്ദ്രനും ചേർന്നുള്ള സ്ഥിതി സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താൻ സഹായിക്കും. പണം എവിടെ നിന്ന് വരുന്നു എന്നതിനേക്കാൾ ഉപരി അത് എങ്ങനെ സൂക്ഷിക്കുന്നു എന്നതാണ് പ്രധാനം. അതിനാൽ അനാവശ്യ ചരുതി വയ്ക്കാൻ ശ്രദ്ധിക്കുക. ഇന്ന് വെള്ള നിറത്തിലുള്ള വസ്ത്രം ധരിക്കുന്നത് നിങ്ങൾക്ക് ഭാഗ്യവും സമാധാനവും നൽകും. പ്രധാനപ്പെട്ട കാര്യങ്ങൾ വൈകുന്നേരം 6 മണി മുതൽ 8 മണി വരെ ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഈ സമയം നിങ്ങൾക്ക് വളരെ അനുകൂലമാണ്. പഴയ സുഹൃത്തുക്കളെ കാണുന്നത് നിങ്ങളുടെ മനസ്സിന് വലിയ ഉന്മേഷം നൽകും. ശ്രദ്ധിക്കുക. ആയില്യം നക്ഷത്രത്തിൻ്റെ സ്വാധീനം മൂലം സംസാരത്തിൽ അല്പം ദേഷ്യം കടന്നുകൂടാൻ സാധ്യതയുണ്ട്. അതിനാൽ മറ്റുള്ളവരുമായി തർക്കങ്ങൾക്ക് പോകരുത്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കും. ഉദ്യോഗസ്ഥർക്ക് മേലധികാരികളിൽ നിന്ന് പ്രശംസ ലഭിക്കും. ബിസിനസ്സുകാർ പുതിയ നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ അല്പം കൂടി ആലോചിക്കുക. മുതിർന്നവർ ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇന്നത്തെ ചോദ്യം: ജീവിതത്തിൽ പണത്തേക്കാൾ വലുത് എന്താണെന്ന് നിങ്ങൾ കരുതുന്നു? സ്നേഹമോ അതോ സമാധാനമോ? കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഈ അറിവുകൾ നിങ്ങളിലെത്തിക്കാൻ ഞങ്ങൾ കഠിനമായി പരിശ്രമിക്കുന്നുണ്ട്. അതിനാൽ വീഡിയോയുടെ തുടക്കത്തിലുള്ള QR കോഡ് വഴി സംഭാവന നൽകി ഞങ്ങളെ പിന്തുണയ്ക്കുക. സാധിക്കാത്തവർ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പ്രിയ ചിങ്ങം രാശിക്കാരെ, ഇന്ന് ജൂലൈ 16 നിങ്ങൾക്ക് അല്പം വൈകാരികമായ ഒരു ദിവസമായിരിക്കും. ചന്ദ്രൻ ഇന്ന് നിങ്ങളുടെ രാശിയിൽ നിന്നും 12ാം ഭാവത്തിൽ കർക്കടകം രാശിയിൽ ആയില്യം നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നു. ആയില്യം നക്ഷത്രത്തിൻ്റെ അധിപൻ ബുധനായതിനാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ചില സംഭവങ്ങൾ നിങ്ങളെ അസ്വസ്ഥരാക്കുകയോ നിരാശപ്പെടുത്തുകയോ ചെയ്തേക്കാം. ഇന്ന് മനസ്സിന് ശാന്തി നൽകുന്ന കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ജോലിസ്ഥലത്തോ കുടുംബത്തിലോ ഉണ്ടാകുന്ന നെഗറ്റീവ് പ്രതികരണങ്ങൾ ബാധിക്കാൻ അനുവദിക്കരുത്. നിങ്ങളുടെ പങ്കാളിയോടൊപ്പം സമയം ചെലവഴിക്കുന്നത് മനസ്സിന് വലിയ ആശ്വാസം നൽകും. ഇന്ന് നിങ്ങൾക്ക് ഭാഗ്യം നൽകുന്ന നിറം മോവ് അഥവാ ഇളം വയലറ്റ് ആണ്. രാവിലെ 11:30 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയുള്ള സമയം പ്രധാനപ്പെട്ട കാര്യങ്ങൾ തീരുമാനിക്കാൻ വളരെ ഉത്തമമാണ്.
ഇന്നൊരു പുസ്തകം വായിക്കുന്നത് നിങ്ങളുടെ മനസ്സിനെ ഏകാഗ്രമാക്കാനും പുതിയ ചിന്തകൾ നൽകാനും സഹായിക്കും. രാഹുവിൻ്റെ സ്വാധീനം ഇന്ന് ശക്തമായേക്കാം. അതിനാൽ അപരിചിതരുമായി ഇടപഴകുമ്പോൾ ജാഗ്രത പാലിക്കുക. ഒരു ജ്യോതിഷ ചോദ്യം: ജീവിതത്തിലെ പ്രതിസന്ധികൾ നമ്മളെ കൂടുതൽ കരുത്തരാക്കുകയാണോ അതോ തളർത്തുകയാണോ ചെയ്യുന്നത്? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഈ അറിവുകൾ നിങ്ങളിൽ എത്തിക്കാൻ ഞങ്ങൾ കഠിനമായി പരിശ്രമിക്കുന്നു. അതിനാൽ വീഡിയോയുടെ തുടക്കത്തിലുള്ള QR കോഡ് വഴി സംഭാവന നൽകി ചാനലിനെ പിന്തുണയ്ക്കുക. സാധിക്കാത്തവർ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പ്രിയ കന്നി രാശിക്കാരെ, ഇന്ന് ജൂലൈ 16 വ്യാഴാഴ്ച നിങ്ങൾക്ക് വളരെ നിർണായകമായ ഒരു ദിവസമാണ്. ചന്ദ്രൻ ഇന്ന് കർക്കടക രാശിയിൽ ആയില്യം നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നു. ഈ ഗ്രഹനില കാരണം നിങ്ങൾക്ക് ഇന്ന് ജോലിഭാരം അല്പം കൂടുതലായി അനുഭവപ്പെടാം. ചില കാര്യങ്ങളിൽ ചെറിയ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായേക്കാം. എന്നാൽ വിഷമിക്കേണ്ട, ഈ മാറ്റം നിങ്ങളുടെ നല്ല ഭാവിയിലേക്കുള്ളതാണ്. ഇന്ന് നിങ്ങൾക്ക് പുതിയ അവസരങ്ങൾ ലഭിക്കും. അതിനാൽ വെല്ലുവിളികളെ ധൈര്യത്തോടെ നേരിടുക. വിജയം നിങ്ങളെ തേടിയെത്തും. ഇന്ന് കറുത്ത നിറത്തിലുള്ള വസ്ത്രങ്ങൾ ഒഴിവാക്കുക. അത് നിങ്ങൾക്ക് നെഗറ്റീവ് ഊർജം നൽകിയേക്കാം. ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെയുള്ള സമയം നിങ്ങൾക്ക് വളരെ അനുകൂലമാണ്. അതിനാൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ സമയത്ത് ചെയ്യുക. ഇന്ന് പുതിയൊരു ഹോബി തുടങ്ങുന്നത് നിങ്ങൾക്ക് മാനസികമായ ശാന്തി നൽകും. ശനിയുടെ സ്വാധീനം മൂലം തടസ്സങ്ങൾ ഉണ്ടായേക്കാം. അതിനാൽ ക്ഷമ പാലിക്കുക. വിദ്യാർത്ഥികൾക്ക് ഇന്ന് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കും. യുവാക്കൾ സംസാരത്തിൽ നിയന്ത്രണം പാലിക്കുക. വീട്ടമ്മമാർ ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കുക. ബിസിനസ്സുകാർക്ക് ഇന്ന് സാമ്പത്തിക ലാഭം ഉണ്ടാകും. മുതിർന്നവർ പുറത്തുനിന്നുള്ള ഭക്ഷണം ഒഴിവാക്കുക. ഇന്നത്തെ നിങ്ങളുടെ ചോദ്യം: ജീവിതത്തിൽ വിജയിക്കാൻ കഠിനാധ്വാനമാണോ അതോ ഭാഗ്യമാണോ കൂടുതൽ പ്രധാനം എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? കമൻറ്റിൽ രേഖപ്പെടുത്തുക. താര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനലിലൂടെ ഞങ്ങൾ നിങ്ങൾക്ക് കൃത്യമായ മാർഗനിർദ്ദേശം നൽകുന്നു. വീഡിയോയുടെ തുടക്കത്തിലുള്ള QR കോഡ് വഴി സംഭാവന നൽകി ഞങ്ങളെ പിന്തുണയ്ക്കുക. സാധിക്കാത്തവർ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ്, ഷെയർ ചെയ്യുക. പ്രിയ തുലാം രാശിക്കാരെ, ഇന്ന് 16 ജൂലൈ നിങ്ങൾക്ക് വളരെ ഗൗരവമേറിയതും എന്നാൽ ചിന്തനീയവുമായ ഒരു ദിവസമാണ്. ചന്ദ്രൻ ഇന്ന് നിങ്ങളുടെ 10ാം ഭാവത്തിൽ, അതായത് കർക്കടകം രാശിയിൽ ആയില്യം നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നു. ആയില്യം നക്ഷത്രത്തിന്റെ അധിപൻ ബുധനായതിനാൽ ഇന്ന് നിങ്ങളുടെ മനസ്സിൽ ഒരേ സമയം പല ചിന്തകൾ കടന്നുവന്നേക്കാം. എടുത്തുചാടി തീരുമാനങ്ങൾ എടുക്കുന്നത് ഇന്ന് ഒഴിവാക്കുക. ക്ഷമയോടെ കാര്യങ്ങളെ സമീപിച്ചാൽ ദിവസാവസാനം നിങ്ങൾക്ക് വലിയ നേട്ടങ്ങൾ ലഭിക്കും. നിങ്ങളുടെ മനസ്സിൽ മികച്ച ആശയങ്ങളുണ്ട്. അവ നടപ്പിലാക്കാൻ പറ്റിയ സമയമാണിത്. വ്യക്തിപരവും തൊഴിൽപരവുമായ കാര്യങ്ങൾ ചിട്ടപ്പെടുത്താൻ ഇന്ന് സമയം കണ്ടെത്തുക. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക: ഇന്ന് ആരുമായും തർക്കങ്ങൾക്ക് മുതിരരുത്. കാരണം ആയില്യം നക്ഷത്രത്തിന്റെ സ്വാധീനം നിങ്ങളെ അല്പം ദേഷ്യക്കാരനാക്കിയേക്കാം. വിദ്യാർത്ഥികൾക്ക് ഇന്ന് പുതിയ കാര്യങ്ങൾ പഠിക്കാൻ പറ്റിയ ദിവസമാണ്. യുവാക്കൾ പ്രണയബന്ധങ്ങളിൽ തിടുക്കം കാണിക്കാതെ പങ്കാളിയെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഗൃഹിണിമാർക്ക് വീട് അലങ്കരിക്കാനും കാര്യങ്ങൾ ക്രമീകരിക്കാനും ഇന്ന് നല്ല ദിവസമാണ്. വീട്ടിൽ പോസിറ്റീവ് എനർജി നിറയ്ക്കാൻ പച്ചനിറം ഉപയോഗിക്കുക. ജോലിസ്ഥലത്തും ബിസിനസ്സിലും ഇന്ന് ആസൂത്രണം ചെയ്ത് പ്രവർത്തിക്കുക. തിടുക്കത്തിലുള്ള തീരുമാനങ്ങൾ നഷ്ടമുണ്ടാക്കാം. മുതിർന്നവർ ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കുക. ദിവസവും വ്യായാമം ചെയ്യുന്നത് ഇന്ന് നിർബന്ധമാക്കുക. രാവിലെ 10 മണി മുതൽ 11:30 വരെയാണ് നിങ്ങൾക്ക് ഏറ്റവും അനുകൂലമായ സമയം. പച്ചനിറം ഇന്ന് നിങ്ങൾക്ക് ഭാഗ്യം നൽകും. ശനിയുടെ ദോഷഫലങ്ങൾ കുറയ്ക്കാൻ ഒരു രത്നം ധരിക്കുകയോ ശനിദോഷ പരിഹാരങ്ങൾ ചെയ്യുകയോ ചെയ്യുക. ഇന്നത്തെ നിങ്ങളുടെ ചോദ്യം: ജീവിതത്തിൽ വിജയിക്കാൻ ഭാഗ്യമാണോ അതോ കഠിനാധ്വാനമാണോ കൂടുതൽ പ്രധാനം? കമന്റിൽ രേഖപ്പെടുത്തുക. ഈ അറിവുകൾ നിങ്ങളിലെത്തിക്കാൻ ഞങ്ങൾ കഠിനമായി പരിശ്രമിക്കുന്നുണ്ട്. അതിനാൽ വീഡിയോയുടെ തുടക്കത്തിലുള്ള QR കോഡ് വഴി സംഭാവന നൽകി ഞങ്ങളെ പിന്തുണയ്ക്കുക. സാധിക്കാത്തവർ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. പ്രിയ വൃശ്ചികം രാശിക്കാരെ, ഇന്ന് ജൂലൈ 16 ചന്ദ്രൻ നിങ്ങളുടെ 9ാം ഭാവമായ കർക്കടക രാശിയിലും ആയില്യം നക്ഷത്രത്തിലുമാണ് സഞ്ചരിക്കുന്നത്. ഇന്നത്തെ ദിവസം കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നിങ്ങൾക്ക് അല്പം പ്രയാസം നേരിട്ടേക്കാം. ചിലർക്ക് സാമൂഹികമായ തിരക്കുകൾ വർദ്ധിക്കുന്ന സമയമാണിത്. ജോലിയിൽ മാത്രം മുഴുകാതെ സുഹൃത്തുക്കളോടും കുടുംബത്തോടും ഒപ്പം സമയം ചെലവഴിക്കാൻ ശ്രമിക്കുക.
ഇത്തരം നിമിഷങ്ങൾ അപൂർവമാണ്. അതിനാൽ അവ പൂർണ്ണമായി ആസ്വദിക്കുക. എന്നാൽ ഒരു മുന്നറിയിപ്പ്: ആയില്യം നക്ഷത്രത്തിന്റെ സ്വാധീനമുള്ളതിനാൽ ഇന്ന് ആരുമായും തർക്കത്തിൽ ഏർപ്പെടരുത്. സംസാരത്തിൽ നിയന്ത്രണം പാലിക്കുക. വിദ്യാർത്ഥികൾക്ക് ഇന്ന് പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള താൽപ്പര്യം വർദ്ധിക്കും. യുവജനങ്ങൾ സാമൂഹിക ഒത്തുചേരലുകളിൽ പങ്കെടുക്കും. എന്നാൽ പ്രണയബന്ധങ്ങളിൽ തെറ്റിദ്ധാരണകൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. ഗൃഹിണിമാർക്ക് ഇന്ന് വീടിനുള്ളിൽ സന്തോഷകരമായ അന്തരീക്ഷം നിലനിർത്താൻ സാധിക്കും. ജോലിയിലും ബിസിനസ്സിലും ഇന്ന് ധൃതി പിടിച്ചുള്ള തീരുമാനങ്ങൾ എടുക്കരുത്. സാമ്പത്തിക കാര്യങ്ങളിൽ അതീവ ജാഗ്രത പുലർത്തുക. മുതിർന്നവർ ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ വരാതെ നോക്കുക. ഇന്ന് ശാന്തമായ സംഗീതം കേൾക്കുന്നത് മനസ്സിന് വലിയ ആശ്വാസം നൽകും. ഇന്ന് വയലറ്റ് നിറത്തിലുള്ള വസ്ത്രം ധരിക്കുന്നത് നിങ്ങൾക്ക് ഭാഗ്യം നൽകും. വൈകുന്നേരം 4 മണി മുതൽ 5 മണി വരെയുള്ള സമയം നിങ്ങൾക്ക് വളരെ അനുകൂലമാണ്. ഇന്നത്തെ എന്റെ ചോദ്യം ജീവിതത്തിൽ വിജയിക്കാൻ കഠിനാധ്വാനമാണോ അതോ ഭാഗ്യമാണോ കൂടുതൽ ആവശ്യം? കമന്റിൽ രേഖപ്പെടുത്തുക. ഈ അറിവുകൾ നിങ്ങളിലെത്തിക്കാൻ ഞങ്ങൾ കഠിനമായി പരിശ്രമിക്കുന്നു. അതിനാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, QR കോഡ് വഴി പിന്തുണയ്ക്കുക. പ്രിയ ധനുരാശിക്കാരെ, ഇന്ന് ജൂലൈ 16 നിങ്ങൾക്ക് അല്പം വെല്ലുവിളികൾ നിറഞ്ഞ ദിവസമായിരിക്കും. ചന്ദ്രൻ കർക്കടക രാശിയിലും ആയില്യം നക്ഷത്രത്തിലും സഞ്ചരിക്കുന്നതിനാൽ ഇന്ന് നിങ്ങൾ ഒരു നല്ല സുഹൃത്തിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടി വരും. നിങ്ങളുടെ ഒരു സുഹൃത്തിന് ഇന്ന് നിങ്ങളുടെ സഹായമോ ഉപദേശമോ ആവശ്യമായി വന്നേക്കാം. അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ പോലും അവരെ സഹായിക്കാൻ ശ്രമിക്കുക. അവരുടെ തെറ്റായ പെരുമാറ്റങ്ങളെക്കുറിച്ച് സ്നേഹത്തോടെയും എന്നാൽ സത്യസന്ധമായും അവരോട് സംസാരിക്കുക. ഇന്ന് വൈകുന്നേരം 5:30 മുതൽ 6:30 വരെയുള്ള സമയം നിക്ഷേപങ്ങൾ സംബന്ധിച്ച തീരുമാനങ്ങൾ എടുക്കാൻ വളരെ ഉത്തമമാണ്. വയലറ്റ് നിറം നിങ്ങൾക്ക് ഭാഗ്യം നൽകും. വ്യാഴത്തിൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് പുതിയ അവസരങ്ങൾ നൽകും. അതിനാൽ എപ്പോഴും നന്ദിയുള്ളവരായിരിക്കുക. ഇന്ന് ഒരു പുണ്യകർമ്മം ചെയ്യാൻ മറക്കരുത്. ഒരു ചോദ്യം: ജീവിതത്തിൽ ഒരു യഥാർത്ഥ സുഹൃത്തിനെ ലഭിക്കുന്നത് ഭാഗ്യമാണോ അതോ നമ്മുടെ പ്രവൃത്തികളുടെ ഫലമാണോ? നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. ചാനലിനെ പിന്തുണയ്ക്കാൻ QR കോഡ് വഴി സംഭാവന നൽകുക. അല്ലെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. പ്രിയ കുംഭം രാശിക്കാരെ, ഇന്ന് 16 ജൂലൈ നിങ്ങൾക്ക് സ്വയം പര്യാപ്തതയുടെയും തീരുമാനങ്ങൾ എടുക്കേണ്ടതിൻ്റെയും ദിവസമാണ്. ചന്ദ്രൻ ഇന്ന് കർക്കടക രാശിയിലും ആയില്യം നക്ഷത്രത്തിലുമാണ് സഞ്ചരിക്കുന്നത്. ഇത് നിങ്ങളുടെ ചിന്തകളെ കൂടുതൽ ആഴത്തിലാക്കും. നിങ്ങളുടെ സുഹൃത്തുക്കളോടും കുടുംബാംഗങ്ങളോടും നിങ്ങൾക്ക് വലിയ സ്നേഹമുണ്ടെങ്കിലും ഇന്ന് നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങളുടെ ഫലം മോശമായാൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം നിങ്ങൾ ഒറ്റയ്ക്ക് വഹിക്കേണ്ടി വരും എന്ന് ഓർക്കുക. ആരും നിങ്ങളെ സഹായിക്കാൻ ഉണ്ടാവില്ല എന്ന എപ്പോൾ നിങ്ങൾ തിരിച്ചറിയും. അതിനാൽ എടുത്തുചാടി തീരുമാനങ്ങൾ എടുക്കരുത്. വിദ്യാർത്ഥികൾ ഇന്ന് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. ആയില്യം നക്ഷത്രത്തിൻ്റെ സ്വാധീനം മൂലം മനസ്സലയാൻ സാധ്യതയുണ്ട്. യുവാക്കൾ പ്രണയബന്ധങ്ങളിൽ ജാഗ്രത പാലിക്കുക. അമിത വിശ്വാസം ഒഴിവാക്കുക. വീട്ടമ്മമാർ ഇന്ന് സാമ്പത്തിക കാര്യങ്ങളിൽ അതീവ ശ്രദ്ധ പുലർത്തുക. ബിസിനസ്സുകാർക്കും ഉദ്യോഗസ്ഥർക്കും ഇന്ന് നിങ്ങളുടെ തീരുമാനങ്ങൾ തന്നെയായിരിക്കും വിജയത്തിൻ്റെ അടിസ്ഥാനം. മുതിർന്നവർ ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കുക. വയറുമായി ബന്ധപ്പെട്ട അസ്വസ്ഥതകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇന്ന് കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കുന്നത് വലിയൊരു പുണ്യമായി കരുതുക. ശനിയുടെ സ്വാധീനം മൂലം കാര്യങ്ങളിൽ സ്ഥിരത ലഭിക്കാൻ ഒരു ചെറിയ ഇരുമ്പ് കഷ്ണമോ കറുത്ത നൂലോ കൂടെ കരുതുന്നത് നല്ലതാണ്. ഇന്ന് നിങ്ങളോട് എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്. ജീവിതത്തിൽ നിങ്ങൾ എടുത്ത ഏറ്റവും വലിയ റിസ്ക് എന്തായിരുന്നു? കമൻറ്റിൽ രേഖപ്പെടുത്തുക. വീഡിയോയുടെ തുടക്കത്തിലുള്ള QR കോഡ് വഴി സംഭാവന നൽകി ചാനലിനെ പിന്തുണയ്ക്കുക. സാധിക്കാത്തവർ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഞങ്ങളെ സഹായിക്കുക. പ്രിയ മീനം രാശിക്കാരെ, ഇന്ന് 16 ജൂലൈ നിങ്ങളുടെ ആരോഗ്യകാര്യത്തിൽ അതീവ ശ്രദ്ധ പുലർത്തേണ്ട ദിവസമാണ്. ചന്ദ്രൻ ഇന്ന് നിങ്ങളുടെ 5-ാം ഭാവമായ കർക്കടക രാശിയിലും ആയില്യം നക്ഷത്രത്തിലുമാണ് സഞ്ചരിക്കുന്നത്. ആയില്യം നക്ഷത്രത്തിന്റെ അധിപൻ ബുധനായതിനാൽ ആരോഗ്യകാര്യങ്ങളിൽ അശ്രദ്ധ കാണിക്കുന്നത് നിങ്ങൾക്ക് ദോഷകരമായി ഭവിക്കാം. പ്രമേഹരോഗികൾ പ്രത്യേകിച്ച് നിങ്ങളുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കൃത്യമായി പരിശോധിക്കണം. ഭക്ഷണകാര്യങ്ങളിൽ നിയന്ത്രണം പാലിക്കുകയും ആരോഗ്യകരമായ ശീലങ്ങൾ പതുക്കെ ജീവിതത്തിൽ കൊണ്ടുവരികയും ചെയ്യുക. വ്യായാമം ഉപേക്ഷിച്ചവർക്ക് ഇന്ന് വീണ്ടും
അത് തുടങ്ങാനുള്ള പ്രചോദനം ലഭിക്കും. ഇത് നിങ്ങളുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. രാവിലെ നടക്കാനിറങ്ങുന്നതോ ലഘുവായ വ്യായാമങ്ങൾ ചെയ്യുന്നതോ നിങ്ങൾക്ക് ഉന്മേഷം നൽകും. ഇന്ന് നിങ്ങൾക്ക് മോവ് നിറം ഭാഗ്യം നൽകും. ഉച്ചയ്ക്ക് 3:30 മുതൽ 4:45 വരെയുള്ള സമയമാണ് നിങ്ങൾക്ക് ഏറ്റവും അനുകൂലമായത്. നിങ്ങളുടെ ജാതകത്തിൽ ശനിയുടെ സ്വാധീനം ശക്തമായതിനാൽ മനസ്സിനെ ഏകാഗ്രമാക്കാൻ ധ്യാനം ശീലിക്കുന്നത് വളരെ ഗുണം ചെയ്യും. ഇന്ന് ഒരു പുണ്യകർമ്മമായി സ്വന്തം കൈകൊണ്ട് ആരോഗ്യകരമായ ഭക്ഷണം പാകം ചെയ്ത് കുടുംബത്തോടൊപ്പം കഴിക്കുക. ആരോഗ്യകാര്യങ്ങളിൽ അലംഭാവം കാണിക്കരുത്. കാരണം ഇന്ന് ആരോഗ്യത്തിന് മുൻഗണന നൽകേണ്ട ദിവസമാണ്. സുഹൃത്തുക്കളെ, ഇന്നത്തെ ഞങ്ങളുടെ ജ്യോതിഷ ചോദ്യം ഇതാണ്: നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സമാധാനം നൽകുന്ന ഒരു കാര്യമേതാണ്? കമന്റിൽ രേഖപ്പെടുത്തുക. വീഡിയോയുടെ തുടക്കത്തിലുള്ള UPI QR കോഡ് വഴി സംഭാവന നൽകി ചാനലിനെ പിന്തുണയ്ക്കുക. അതിന് സാധിക്കാത്തവർ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഷെയർ ചെയ്ത് മറ്റുള്ളവരെയും ബോധവൽക്കരിക്കുക.